ഹായ് ഓൾ, വെൽക്കം ബാക്ക്. KTUവിൻ്റെ ഇലക്ട്രിക്കലിലെ ഫോർത്ത് സെമിസ്റ്ററിലെ EET 202 DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ മൊഡ്യൂൾ 3ലെ ഫസ്റ്റ് ട്യൂട്ടോറിയലാണ്. ബാക്ക് EMF, പവർ, എഫിഷ്യൻസി ഒക്കെ വെച്ചിട്ടുള്ള ഫസ്റ്റ് ട്യൂട്ടോറിയലാണ്. A 250 volt shunt motor takes a total current of 20 ampere. അപ്പോൾ 250 volt shunt generator അല്ല, മോട്ടറാണ് ആലോചിക്കണം. Takes a total current of 20 ampere. The shunt field and armature resistance are 200 ohm and 0.3 ohm respectively. Determine value of back EMF, gross mechanical power in the armature. നമുക്കറിയാം ബാക്ക് EMF ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. We need to find out back EMF. ഏതാണ് back EMF? EB. back EMF EBക്കുള്ള ഇക്വേഷൻ എന്താണ്? ദിസ് V മൈനസ് IA V മൈനസ് IA RA അല്ലേ. അതിൽ നോക്കി നോക്കുക, IA നമുക്ക് തന്നിട്ടുണ്ടോ? IA ഇതിൽ എന്താണ് നമുക്ക് അറിയില്ല അല്ലേ. IAക്കുള്ള ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, ടോട്ടൽ കറൻറ്റ് മൈനസ് ISH ആണ്. കാരണം എന്താണ്, നിങ്ങൾ ആ ഫിഗർ ഒന്ന് വരച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ടോട്ടൽ കറൻറ്റ് മൈനസ് ISH. ഇവിടെ നോക്കി നോക്കിയേ, നമുക്ക് IA കണ്ടാണെന്നുണ്ടെങ്കിൽ എന്താണ് ടോട്ടൽ കറൻറ്റ് I മൈനസ് ISH. ഇവിടെ I തന്നിട്ടുണ്ടോ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഞാൻ ഒന്നുകൂടി ഇവിടെ മാറ്റി എഴുതാം. ഇറ്റ് വിൽ ബി I ഈസ് ഈക്വൽ ടു എന്താണ് I മൈനസ് ISH. ഇതിൽ ISH അറിയോ? ഇല്ല. അപ്പോൾ ISH എന്താണ്? ISH ഈസ് ഈക്വൽ ടു എന്താണ് V ബൈ RSH. V എത്രയാണ് തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് 250 വോൾട്ട് ഡിവൈഡഡ് ബൈ RSH. V നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 250 വോൾട്ടാണ് തന്നിട്ടുണ്ട്. RSH എത്രയാണ് തന്നിട്ടുള്ളത്? ദിസ് ഇസ് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് 200 ആണ്. സോ ഇറ്റ് വിൽ ബി 200. സോ ഇറ്റ് വിൽ ബി 1.25 ആംബിയർ. ഇനി എന്താണ്? നൗ IA is equal to I മൈനസ് ISH. I എത്രയാണ്? 20 ആണ് തന്നിട്ടുള്ളത്. മൈനസ് 1.25 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഇറ്റ് വിൽ ബി 18.75 ആംബിയർ. നൗ നമ്മളുടെ എന്ത് ബാക്ക് EMF EB ഈസ് ഈക്വൽ ടു V മൈനസ് IAR. V നമുക്ക് 250 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 250 മൈനസ് IAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18.75 ഇൻറ്റു റെസിസ്റ്റൻസ് RA 0.3 ഓം തന്നിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി ഇൻറ്റു 0.3. സോ ഇറ്റ് ഈസ് 244.4 വോൾട്ട്. ഇതാണ് EB. നൗ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഗ്രോസ് മെക്കാനിക്കൽ പവർ ഇൻ ദ ആർമേച്ചർ. മെക്കാനിക്കൽ പവർ ഡെവലപ്പ് പറഞ്ഞാൽ EB ഇൻറ്റു IA. EB എത്രയാണ്? 244.4 ഇൻറ്റു IA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 18.75. ദാറ്റ്ഫോർ ഇറ്റ് ഈസ് 4582.51. ഇങ്ങനെയാണ് ഇത് ചെയ്യുക. നൗ എ 230 വോൾട്ട് മോട്ടർ ഹാസ് ആൻ ആർമേച്ചർ സർക്യൂട്ട് റെസിസ്റ്റൻസ് ഓഫ് 0.06 ohm. ദാറ്റ് ഈസ് RA. ഇഫ് ദ ഫുൾ ലോഡ് ആർമേച്ചർ കറണ്ട് ഈസ് 30 ആംബിയർ. ഫുൾ ലോഡ് ആർമേച്ചർ കറണ്ട് 30 ആംബിയർ ആണെന്ന് വിചാരിക്കാം. ആൻഡ് നോ ലോഡ് ആർമേച്ചർ കറണ്ട് ഈസ് 4 ആംബിയർ. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ബാക്ക് EMF ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ്. അപ്പോൾ നമുക്കറിയാം ചേഞ്ച് ഇൻ ബാക്ക് EMF ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബാക്ക് EMFനുള്ള ഇക്വേഷൻ എന്താണ്? EB ഈസ് ഈക്വൽ ടു V മൈനസ് IARA അല്ലേ. അപ്പോൾ അറ്റ് നോ ലോഡ് EB ഈസ് ഈക്വൽ ടു EB മൈനസ് V മൈനസ് IARA എന്ന് പറഞ്ഞാൽ 230 മൈനസ് ഫുൾ നോ ലോഡിലുള്ള ആർമേച്ചർ കറണ്ട് എത്രയാണ്? 4 ആംബിയർ ആണ് അല്ലേ. 4 ഇൻറ്റു 0.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 227.6 വോൾട്ട് അറ്റ് ഫുൾ ലോഡ്. EB ഈക്വൽ ടു എന്താണ്? 230 മൈനസ് ഫുൾ ലോഡ് കറണ്ട് എത്ര? 30 ആണ് ഇൻറ്റു 0.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 212 വോൾട്ട്. Now we need to find out change in back EMF. Therefore change in back EMF എന്ന് പറഞ്ഞാൽ എത്രയാണ്? 227.6 മൈനസ് 212 that is 15.6 volt. Now a 4-pole 500 volt shunt motor has 720 wave connected conductors in the armature.
The full load armature current is 60 ampere and flux per pole is 0.03 per bar. The armature resistance is 0.2 ohm and contact drop is 1 volt per brush. Calculate the full load speed of the motor. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? ഫുൾ ലോഡ് സ്പീഡ് ഓഫ് ദ മോട്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഫുൾ ലോഡ് സ്പീഡ് ഓഫ് ദ മോട്ടർ കണ്ടുപിടിക്കാൻ നമുക്കിവിടെ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. എന്തൊക്കെ തന്നിട്ടുള്ളത്? 4 പോൾ മെഷീനാണെന്ന് പറയുന്നത്, 500 വോൾട്ട് ആണെന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇറ്റ് ഈസ് EB ഇൻറ്റു 60 ആംപിയർ ബൈ P5Z ആണ് അല്ലേ? വി നോ ദാറ്റ്. നമുക്ക് കണ്ടുപിടിക്കണം എന്താ ഫുൾ ലോഡ് സ്പീഡ് N ഈസ് ഈക്വൽ ടു N ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം. EB ഈസ് ഈക്വൽ ടു വി നോ that EB is equal to P5Z by 60A or N is equal to EB into 60 into A by P5Z. ഇതിൽ P തന്നിട്ടുണ്ട്, ഫ്ലക്സ് പെർ പോൾ തന്നിട്ടുണ്ട്, Z തന്നിട്ടുണ്ട്, 720 വേവ് കണ്ടക്ടേഴ്സ് ആണുണ്ട്. പിന്നെന്താണ് A നമുക്ക് വേവ് ആയതുകൊണ്ട് അറിയാം, EB അറിയില്ല. അപ്പോൾ EB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഇത് നോക്കാം. അതായത് നമുക്ക് ആർമേച്ചർ റെസിസ്റ്റൻസ് ഇതൊക്കെ തന്ന സ്ഥിതിക്ക് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇതിൽ നമുക്ക് സ്പീഡ് എന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് ടൈം പോകണ്ടായിട്ട്. അപ്പോൾ നമുക്കറിയാം V ഈസ് ഈക്വൽ ടു എന്താണ് EB പ്ലസ് IARA പ്ലസ് ബ്രഷ് ഡ്രോപ്പ് ആണെന്ന് അറിയാം അല്ലേ? നമുക്ക് ആ ഫിഗർ ഒന്ന് വരച്ച് നോക്കിയാൽ അറിയാം. ഓക്കെ, നമുക്ക് V തന്നിട്ടുണ്ട് 500 വോൾട്ടാണ് തന്നിട്ടുണ്ട്, EB അറിയില്ല. പക്ഷേ IA തന്നിട്ടുണ്ട്, RA തന്നിട്ടുണ്ട്. ബ്രഷ് ഡ്രോപ്പ് 1 വോൾട്ടേജ് പെർ ബ്രഷാണ്, 2 ഡ്രോപ്പ് 2 അപ്പോൾ 2 into 1. നൗ EB ഈസ് ഈക്വൽ ടു ഇത് മൈനസ് ചെയ്തപ്പോൾ 486 വോൾട്ട് കിട്ടി. നൗ നമുക്ക് നേരത്തെ N ഈസ് ഈക്വൽ ടു EB ഇൻറ്റു 60A P5Z, അതിലെ EB ആണ് അറിയാത്തത്, ആ EB ഇവിടെ കിട്ടി, അത് ഇട്ടെടുത്തപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ പ്രോബ്ലത്തിൽ സ്പീഡ് എത്രയാണ്? 675 RPM ആണ്. നൗ ദ കൗണ്ടർ EMF ഓഫ് എ ഷണ്ട് മോട്ടർ ഈസ് 227 വോൾട്ട്. അതായത് EB തന്നിട്ടുണ്ട് എത്രയാണ്? കൗണ്ടർ EMF ഓഫ് എ ഷണ്ട് മോട്ടർ തന്നിട്ടുണ്ട് 227 വോൾട്ട് ആവുന്നുണ്ട്. ദ ഫീൽഡ് റെസിസ്റ്റൻസ് ഈസ് 160 ഓം. അതായത് RSH 160 ഓം ആകുന്നുണ്ട്. ഫീൽഡ് കറണ്ട് ഈസ് 1.5 ആംപിയർ. അതായത് ISH 1.5 ആംപിയർ ആണുണ്ട്. ലൈൻ കറണ്ട് ഈസ് 39.5 ആംപിയർ. അതായത് IL എന്താണ് പറഞ്ഞിട്ടുള്ളത്? 39.5 ആംപിയർ. ഫൈൻഡ് ദ ആർമേച്ചർ റെസിസ്റ്റൻസ്. ആർമേച്ചർ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓൾസോ ഫൈൻഡ് ദ ആർമേച്ചർ കറണ്ട് വെൻ ദ മോട്ടർ ഈസ് സ്റ്റേഷനറി. അപ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസുള്ള ആ ഇക്വേഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഞാൻ ആ ഫിഗർ ഒന്ന് ജസ്റ്റ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഫിഗർ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ആർമേച്ചർ റെസിസ്റ്റൻസ്. അപ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം V ഈസ് ഈക്വൽ ടു EB പ്ലസ് IARAയിൽ നമുക്ക് എന്ത് ചെയ്യാം? RA കണ്ടുപിടിക്കാം. പക്ഷേ അവിടെ V അറിയണം, EB അറിയണം, അത് രണ്ടും അറിയാം. പിന്നെ അറിയേണ്ടത് എന്താണ്? നമുക്കറിയാം, ഞാൻ പറയാം V ഈസ് ഈക്വൽ ടു EB പ്ലസ് IARA. ഇതിൽ IA അറിയോ? ഇല്ല അല്ലേ? അപ്പോൾ IA കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി IA കിട്ടണമെന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് IA ഈസ് ഈക്വൽ ടു IL മൈനസ് ISH. IL നമുക്ക് തന്നിട്ടുണ്ട്, ഏതാണ്? 39.5 ആംപിയർ. ഹിയർ ISH എന്താണ്? ISH അൺനോൺ ആണ്. സോ ISH കിട്ടാൻ ISH നമുക്ക് അറിയാം. ഓക്കെ, 1 സെക്കൻഡ്, ഒറ്റ മിനിറ്റ്. നമുക്ക് ഇവിടെ V അറിയില്ല കേട്ടോ, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ പ്രോബ്ലം നോക്കി നോക്കുമ്പോൾ EB മാത്രം തന്നിട്ടുള്ളൂ. അപ്പോൾ IA നമുക്കറിയില്ല, അതിപ്പോൾ നമുക്ക് ചെയ്യാം. IA ഈസ് ഈക്വൽ ടു IL മൈനസ് ISH, ദാറ്റ് ഈസ് ഈക്വൽ ടു 39.5 മൈനസ് 1.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 38 ആംപിയർ. ഇവിടെ Vയും അൺനോണാണ്. നൗ V ഈസ് ഈക്വൽ ടു എന്താണ്? ഇതാണ് V അല്ലേ? അപ്പോൾ ഈ വോൾട്ടേജ് ഈ ടെർമിനൽ അതേപോലെ തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും VSH, അതായത് വോൾട്ടേജ് അക്രോസ് RSH കണ്ടാൽ പോലെ ISH RSH നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, ഷണ്ട് ഫീൽഡ് കറണ്ടും ഷണ്ട് ഫീൽഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇറ്റ് ഈസ് ISH ഇൻറ്റു RSH. സോ ഇറ്റ് വിൽ ബി 1.5 ഇൻറ്റു 160, ദാറ്റ് ഈസ് ഈക്വൽ ടു 240 വോൾട്ട്. നൗ നമുക്കെന്താണ്? V ഈസ് ഈക്വൽ ടു EB പ്ലസ് IARA എന്നുള്ള ഇതിടാം. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? RA ഈസ് ഈക്വൽ ടു ഇവിടെ എഴുതണ്ട, താഴത്ത് എഴുതാം. RA ഈസ് ഈക്വൽ ടു എന്താ വരിക? V മൈനസ് EB ബൈ IA, or it is 240 minus 227 divided by 38.
ദാറ്റ് ഈസ് ഈക്വൽ ടു 0.342 ohm. ഓക്കെ, അത് ഫസ്റ്റ് ഇത് കഴിഞ്ഞു. ഇനി എന്താണ്? ഓൾസോ ഫൈൻഡ് ദ ആർമേച്ചർ കറണ്ട് വെൻ ദ മോട്ടർ ഈസ് സ്റ്റേഷനറി. അപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് ഓഫ് സ്റ്റാർട്ടപ്പ് ദ ആർമേച്ചർ ഈസ് സ്റ്റേഷനറി, സോ ദാറ്റ് ഇ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ഞാൻ ജസ്റ്റ് എഴുതി തരാം. അപ്പോൾ നോക്കിയൊക്കെ, അറ്റ് ദ മൊമെൻറ്റ് ഓഫ് സ്റ്റാർട്ടപ്പ് ദ ആർമേച്ചർ ഈസ് സ്റ്റേഷനറി, സോ ദാറ്റ് ഇ ബി ഈസ് ഈക്വൽ ടു 0. ദെർഫോർ ഐ എ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എ അല്ലേ? അപ്പോൾ വി നമുക്കറിയാം എത്രയാണ്? 240 ആണെന്നറിയാം. മുകളിൽ ആരെ കണ്ടുപിടിച്ചിട്ടുണ്ട്? 0.342. സോ ഇറ്റ് വിൽ ബി 701.5 ആംപിയർ. 1 സെക്കൻഡ്, അവിടെ കുറച്ച് വൃത്തിയിൽ താഴത്ത് എഴുതാം. ഇറ്റ് വിൽ ബി 701.5 ആംപിയർ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഐ എ ഇസിക്കൽ വി ബൈ ആർ എങ്ങനെ വന്നെന്ന് ഇത്ര ആലോചിച്ചാൽ മതി. വി ഇസിക്കൽ ഇ ബി പ്ലസ് ഐ ആർ ആയി. നമ്മൾ ഇ ബി 0 പറഞ്ഞു, അപ്പോൾ വി ഇസിക്കൽ ഐ ആർ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐ എ ഇസിക്കൽ വി ബൈ ആർ എന്ന് എഴുതാം. ഓക്കെ, എ 440 വോൾട്ട് ഷണ്ട് മോട്ടർ ഹാസ് ആർമേച്ചർ റെസിസ്റ്റൻസ് ഓഫ് 0.82 ആൻഡ് ഫീൽഡ് റെസിസ്റ്റൻസ് ഓഫ് 200 ohm. ഡിറ്റർമിൻ ദ ബാക്ക് EMF വെൻ ഗിവിംഗ് ആൻ ഔട്ട്പുട്ട് ഓഫ് 7.46 kW അറ്റ് 85% ഓഫ് എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആദ്യമല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇ ബി ആണ്. അപ്പോൾ ഇ ബി ഈസ് ഈക്വൽ ടു വി മൈനസ് ഐ എ ആർ എ. അതിൽ വി തന്നിട്ടുണ്ട്, ഇവിടെ ഐ എ എന്താണ്? ഇറ്റ് ഈസ് അൺനോൺ. ഐ എയുടെ ഇക്വേഷൻ അറിയാം. ഐ എ ഈസ് ഈക്വൽ ടു എന്താണ്? ഐ എൽ മൈനസ് ഐ എസ് എച്ച് ആണ്. അപ്പോൾ നമുക്കിവിടെ ഐ എസ് എച്ച് അറിയോ? ഐ എസ് എച്ച് ഇതിൽ നമുക്ക് ഐ എൽ അൺനോണാണ്, ഐ എസ് എച്ചും അൺനോണാണ് അല്ലേ? അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഐ എൽ കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ നോക്കാം. ഐ എൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? മോട്ടോർ ഇൻപുട്ട് പവർ കണ്ടുപിടിച്ചാൽ മതി. കാരണം എന്താണ്? ഐ എൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കുക. ഐ എൽ ഈസ് ഈക്വൽ ടു നമുക്കറിയാം മോട്ടോർ പവർ ഇൻപുട്ട് പവർ ഡിവൈഡഡ് ബൈ വി ചെയ്താൽ മതി. അപ്പോൾ ഈ മോട്ടോർ ഇൻപുട്ട് പവർ ആദ്യം കണ്ടുപിടിക്കണം. സോ മോട്ടോർ ഇൻപുട്ട് പവർ പി ഐ ഈസ് ഈക്വൽ ടു നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്? വി നോ ദാറ്റ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എന്താണ്? മോട്ടർ ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ മോട്ടർ ഇൻപുട്ട് പവർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ മോട്ടർ ഔട്ട്പുട്ട് പവർ തന്നിട്ടുണ്ടോ? 85% തന്നിട്ടുണ്ടോ അല്ലേ? ഇൻറ്റു 100 ആണിത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി? ഇത് കിട്ടാൻ വേണ്ടിയിട്ട് 7.46 kW മോട്ടർ ഔട്ട്പുട്ട് പവർ അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? മോട്ടർ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ചെയ്താൽ മതി. അപ്പോൾ മോട്ടർ ഔട്ട്പുട്ട് പവർ എത്രയാണ് ഇവിടെ? ഇറ്റ് ഈസ് 7.46 ഇൻറ്റു 10⁻³ kW ആണ്. ഇതാണ് 7.46 85%. അപ്പോൾ എന്താണ്? 0.85 അല്ലേ? അപ്പോൾ അത് എത്ര വന്നു? ഇറ്റ് വിൽ ബി എത്ര അതിൻ്റെ വാല്യൂ വരുന്നത്? ഇറ്റ് ഈസ് അത് നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം. ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് അടുത്തതിൽ എഴുതാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ഇനി നൗ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഐ എൽ, ദാറ്റ് ഈസ് മോട്ടോർ ലൈൻ കറണ്ട്. ഐ എൽ എന്ന് എഴുതിയാൽ മതി. ഐ എൽ ഈസ് ഈക്വൽ ടു എന്താണ്? പി ഐ ബൈ വി. പി ഐ നമുക്ക് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് 7.46 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ 0.85 ഇൻറ്റു 0.85 വോൾട്ടേജ് 440 ആണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് 440. ഇറ്റ് വിൽ ബി 19.95 ആംപിയർ. ഓക്കെ, നൗ നമുക്ക് ഐ എൽ കിട്ടി അല്ലേ? ഐ എൽ കിട്ടി. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? ഐ എസ് എച്ച് കിട്ടണം അല്ലേ? വാട്ട് അബൌട്ട് ഐ എസ് എച്ച്? നൗ ഐ എസ് എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? വി ബൈ ആർ എസ് എച്ച്. നമുക്കറിയണ കാര്യമാണ്. വി എത്രയാണ്? 440 വോൾട്ടാണ് ഡിവൈഡ് ബൈ 200. ഇറ്റ് വിൽ ബി 2.2 ആംപിയർ. നൗ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ അറിയാം ഐ എ ഇസിക്കൽ ടു ഐ എൽ മൈനസ് ഐ എസ് എച്ച് ആണ്. ഐ എ ഇസിക്കൽ ടു ഐ എൽ മൈനസ് ഐ എസ് എച്ച്. ഐ എൽ എത്രയാണ്? 19.95 മൈനസ് നൗ 2.2 വോൾട്ട്, that is equal to 17.75 ampere, 75 ampere. Now EB is equal to V minus IA RA. V is equal to എത്രയാണ്? It is 440 minus 17.75 into RA പറഞ്ഞാൽ
0.8 ആണ്. സോ ഇറ്റ് വിൽ ബി 425.8 വോൾട്ട്. നൗ എസ് എച്ച് ജനറേറ്റർ അതിൻ്റെ ഫിഗറാണ് നമ്മൾ വരച്ചത്, നേരത്തെ അതേപോലത്തെ ഫിഗർ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഡെലിവറിങ്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ ടോട്ടൽ ആർമേച്ചർ പവർ ഡെവലപ്ഡ് ആണ്. അപ്പോൾ ടോട്ടൽ ആർമേച്ചർ പവർ ഡെവലപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ആർമേച്ചർ പവർ ഡെവലപ്ഡ് ആണ് ഇ ജി ഇൻറ്റു ഐ എ ആണ് അല്ലേ? ഇവിടെ ആർമേച്ചറിലുള്ള വോൾട്ടേജ് ഇ ജി ആണ് ഇൻറ്റു ഐ എ. അപ്പോൾ അതിൻ്റെ ഇ ജി ആദ്യം കണ്ടുപിടിക്കണം. ഇ ജി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇ ജി ഈക്വൽ വി പ്ലസ് ഐ എ അറിയണം. അതിൽ വി മാത്രം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വിയും ആർ എയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഐ എ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഇ ജി ഐ എ ആണ്. അതിൽ ഇ ജി ഈക്വൽ വി പ്ലസ് ഐ എ ആർ എ കാണണം. അപ്പോൾ അതിൽ ആദ്യം കാണാനുള്ളത് ഞാനിപ്പോൾ ചെയ്തുതരാം. അപ്പോൾ നമുക്കറിയാം ഐ എൽ ഈസ് ഈക്വൽ ടു എന്താണ്? ഔട്ട്പുട്ട് പവർ ഐ എൽ. ഇവിടുത്തെ ഔട്ട്പുട്ട് കറണ്ട് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് 20 × 10⁻³ ഡിവൈഡഡ് ബൈ 250 ആംപിയർ. ഐ എസ് എച്ച് പറഞ്ഞാൽ എന്താണ്? ഐ എസ് എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ 250 അറിയാം, ഇവിടെ റെസിസ്റ്റൻസ് അറിയാം. 250/125, അതായത് ദാറ്റ് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്ത 2 ആംപിയർ. ഇനി ഐ എ എന്ന് പറഞ്ഞാൽ എന്താ? ഐ എൽ പ്ലസ് ഐ എസ് എച്ച്, അതാണ് ഇവിടെ 80.2. അപ്പോൾ ഈ ജി സിയിൽ വി പ്ലസ് ഐ എ ആരാണെങ്കിൽ വി തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഐ എ കണ്ടുപിടിച്ചു, ആർ എ അറിയാം, നമ്മൾ ചെയ്തു. ഇനി പവർ ഡെവലപ്ഡ് പറഞ്ഞാൽ ഇവിടെയുള്ള പവർ ഡെവലപ്പ് ഇ ജി ഇൻറ്റു ഐ എ. പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ എന്നാണ് ഇ ജി ഇൻറ്റു ഐ എ, ദാറ്റ് ഈസ് 258.2 × 82, ദാറ്റ് ഈസ് 21.17 10⁻³ വരും. ദാറ്റ് ഈസ് 21.17 കിലോ വാട്ട് വരും. ഇനി വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ ആസ് എ മോട്ടർ. അപ്പോൾ ആസ് എ മോട്ടർ ആകുമ്പോൾ നമ്മളുടെ ഫിഗർ ഇങ്ങനെ മാറും. അപ്പോൾ ഇവിടെ എങ്ങനെ വരിക വെച്ചാൽ, വൺ സെക്കൻഡ്, ഐ എല്ല് നേരെ ഐ എയും ഐ എസ് എച്ചും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ പോലത്തെ ഇക്വേഷൻസ് തന്നെ എഴുതാനുള്ളത്. ഐ എൽ കണ്ടുപിടിക്കുക, ഐ എസ് എച്ച് കണ്ടുപിടിക്കുക, എന്നിട്ട് ഐ എ ഈക്വൽ ടു എന്താണ്? വ്യത്യാസം നേരിടും ഐ എൽ മൈനസ് ഐ എസ് എച്ച്, എന്നിട്ട് ഇ ബി ഈക്വൽ ടു വി മൈനസ് ഐ എ ആർ ചെയ്ത് കഴിഞ്ഞാൽ ഇ ബി ഇൻറ്റു ഐ എ ചെയ്താൽ ഇവിടുത്തെ പവർ ഡെവലപ്ഡ് കിട്ടും. അപ്പോൾ എസ് എ മോട്ടർ ആകുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഐ എൽ ചെയ്തു 80 ആംപിയർ ആണ്. ഐ എസ് എച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വോൾട്ടേജ് ബൈ ദിസ് ആർ എസ് എച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 ആംപിയർ കിട്ടി. അത് നേരത്തെ അതേപോലെ തന്നെ ഐ എ എന്ന് പറഞ്ഞാൽ ഐ എൽ മൈനസ് ഐ എസ് എച്ച് ആണ്. അപ്പോൾ എന്താണ്? 80 - 2 ദാറ്റ് ഈസ് 78 ആംപിയർ. പിന്നെ ഇ ബി ആണ് എന്താണ്? വി മൈനസ് ഐ എ ആർ ആണ്. അപ്പോൾ അത് ചെയ്തു. പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ഇ ബി ഇൻറ്റു ഐ എ ആണ്, ദാറ്റ് ഈസ് 18.9 കിലോ വാട്ട്. അപ്പോൾ ഈ സെക്ഷനിൽ 2 പ്രോബ്ലം കൂടി ഉണ്ട്. അതിൻ്റെ വി കെ മേത്തയുടെ ടെക്സ്റ്റ് എടുത്തിട്ട് 151 2 പേജസിൽ നിങ്ങൾക്ക് 2 പ്രോബ്ലം കൂടി ഉണ്ട്. എല്ലാം കൂടി നമ്മളിതൊരു വർക്കൗട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.